യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇന്ദ്ര, നീ എന്താടാ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? സത്യനെത്തിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണെന്ന് അറിയാഞ്ഞിട്ട് ഒരു ടെൻഷൻ. അനു ഇനി എതിര് വല്ലെന്ന് പറഞ്ഞു കാണുമോ? എന്തിന്? അത് പറയാൻ അവൾക്കെന്താ അവകാശം? നീ വെറുതെ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നീ എന്താ വൈകിയത്? കടയടയ്ക്കാൻ കുറച്ച് വൈകി. ഏട്ടൻ ഇങ്ങനെ കടയിൽ വരാതിരുന്നാലേ അത് ശരിയാവില്ല. നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ചിലര് അവിടുന്ന് വിട്ടു പോകുന്നുണ്ട്. അത് നേരെയാവണമെങ്കിൽ ഏട്ടൻ തന്നെ വരണം. എടാ, അതൊക്കെ പിന്നെ പറയാം. നീ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായെന്ന് പറ. അനു എന്തു പറഞ്ഞു? അല്ല, അത് പിന്നെ ഏട്ടത്തി ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ആലോചിക്കാനോ? എന്താലോചിക്കാന്ന്? അതെന്താ സത്യ? അവൾ ഒപ്പിട്ട് തന്നില്ലേ? എനിക്കറിയില്ല. എനിക്ക് ഏട്ടത്തിയെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ആ, കണ്ടോ? ഇപ്പൊ കണ്ടോ അവളുടെ തനി സ്വഭാവം? ഇതാണ് കന്നിനെ കയം കാണിക്കരുതെന്ന് പറയുന്നത്. അന്നാ ദാസാർ അവളുടെ പേരില് കടയെടുത്തു കൊടുത്തതിന്റെ അഹങ്കാരമല്ലേ അവളീ കാണിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ആ കടയിൽ അവൾക്കെന്താ അവകാശം? നിന്റെ അധ്വാനം കഷ്ടപ്പാടും അല്ലേടാ ആ കട, അല്ലേ ഇന്ദ്ര? ഇനിയിപ്പോ എന്ത് ചെയ്യും? എടാ, അനു ഒപ്പിട്ട് തരാൻ തയ്യാറായില്ലെങ്കിൽ ആ പണം ഉടനെ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? നമ്മുടെ അമ്മ മര്യാദയ്ക്കായിരുന്നെങ്കിലേ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ അനുഭവിച്ചോ. ഓ, നിനക്ക് നിന്റെ ഏട്ടത്തെ കുറിച്ച് 100 നാവായിരുന്നല്ലോ. എന്നിട്ട് എന്തേ പറഞ്ഞ് സമ്മതിപ്പിക്കാതിരുന്നത്? ഇതിനൊന്നും മറുപടി പറയേണ്ട കാര്യമേ എനിക്കില്ല. ഓ, ഓന്റെ അഹങ്കാരം കണ്ടില്ലേ? എടാ മോനെ ഇന്ദ്ര, നീ ഇങ്ങനെ വിഷമിക്കാതെ. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം. അമ്മ എന്തായി പറയുന്നേ? അനുവിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ കാണും. അല്ലെങ്കിൽ അവള് സത്യനോട് അങ്ങനെ പറയില്ല. എന്ത് പ്ലാൻ? അവൾ ഇനി എന്ത് പ്ലാൻ ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അവളെ എങ്ങനെ വരുതിയിലാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഞാൻ പറയുന്നതൊന്ന് കേട്ട മാത്രം മതി. അമ്മ കാര്യം പറ. അതൊക്കെ ഉണ്ട്. നീ അമ്മയൊന്ന് വിശ്വസിക്ക്. എടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. വിളിച്ചിട്ട് എടുക്കുന്നില്ല രഘുവേട്ടാ. സമയം കുറയായി. എന്തു പറഞ്ഞിട്ടും അച്ഛൻ ഞങ്ങളോടൊപ്പം വീട്ടിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല. എന്നാ പിന്നെ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും അങ്ങോട്ട് വാ. വെറുതെ എല്ലാവരും ഇവിടെ നിന്നിട്ട് എന്തിനാ? ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവണം ശബരി. അമ്മാവൻ നിങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ നിന്നേ പറ്റൂ. അമ്മാവന്റെ അവസ്ഥ ശബരിക്ക് അറിയാലോ. എന്നാ പിന്നെ അമ്പിളി ചേച്ചി അനുചേച്ചി ഞങ്ങളുടെ കൂടെ വാ. ഇവിടെ നിങ്ങൾക്ക് കിടക്കാൻ റൂമൊന്നും റെഡി ആയിട്ടില്ലല്ലോ. മഞ്ചാടിയെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിൽ നിന്ന് മാറ്റാനുള്ള റൂം ഉടനെ റെഡിയാവുന്ന സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കും ചേച്ചിക്കും കൂടെ അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അച്ഛനും വേണമെങ്കിൽ അവിടെ കിടക്കാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പൊക്കോ. ഇന്നലെ മുഴുവൻ നീയായിരുന്നല്ലോ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടെ. പോയി റെസ്റ്റ് എടുക്ക. അതെ അമ്പിളി ചേച്ചി, രാവിലെ കഴിക്കാനുള്ള ആഹാരം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. അത്യാവശ്യം ചേച്ചിമാർക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്തോണ്ട് വരാം. പിന്നെ വേറെന്തെങ്കിലും എടുക്കണോ ചേച്ചി? അതിലും നല്ലത് രാവിലെ ഇവർ അവിടെ വന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ആഹാരം കഴിച്ചിട്ട് വരുന്നതായിരിക്കില്ലേ? അതിനിവർ തയ്യാറാവണ്ടേ? മഞ്ചാടിയെ വാർഡിലേക്ക് മാറ്റി അവളുമായി സംസാരിച്ചാലല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങില്ലെന്ന തീരുമാനത്തിലാണ് അച്ഛൻ. ഇവരും അതേ തീരുമാനത്തിൽ തന്നെയാവും. നിങ്ങൾ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് വന്നാൽ മതി ശബരി. ഞാൻ നാളെ പുലർച്ചെ പഞ്ചരത്നത്തിലേക്ക് പോകും. ലച്ചുമോളെ മിച്ചുമോനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ സമയത്ത് അത്യാവശ്യം ഡ്രസ്സും കൂടെ എടുക്കാം.
കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിർത്തണം രഘുവേട്ട. അവരെയും കൊണ്ട് നിങ്ങൾ നേരെ വീട്ടിലേക്ക് വാ. അവരവിടെ നിൽക്കട്ടെ, അതല്ല നല്ലത്. ആ അത് നമുക്ക് അപ്പം നോക്കാം ശബരി. അവര് സരോജിനി ആന്റിയുടെ അടുത്ത് അച്ചടക്കത്തോടെ നിൽക്കുകയായിരുന്നല്ലോ. ഇന്ദ്രേട്ടനും അമ്മയും വന്ന് വിച്ചുമോന്റെ കാര്യത്തിൽ ഓരോന്ന് പറഞ്ഞതുകൊണ്ടാ. ആ തള്ളയോട് 4 വർത്താനം പറയണമെന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ചായിപ്പോയി. എന്നാ പിന്നെ നിങ്ങൾ ലേറ്റ് ആക്കണ്ട ശബരി, സമയം കുറേ ആയി. നാളത്തെ കാര്യം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ശരി രഘുവേട്ട, പോയിട്ടോ. ശരി. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഞാൻ കൊണ്ടുവരേ. ശരി ചേച്ചി. ശരി. ഞാനേ അമ്മാവിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ആ മുറി രാവിലെ വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ വേറെ പ്രശ്നമില്ലല്ലോ. അതെ. അമ്പിളി, സരോജിനി ആന്റി വിളിക്കുന്നുണ്ട്. ഹലോ, ആ രഘുവേട്ടൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഇപ്പോ പാലൊക്കെ കൊടുത്തായിരുന്നു അവർക്ക്? ആ ശരി ശരി. അമ്മേ ദേവി, സത്യേട്ടൻ എനിക്ക് വേണ്ടി സഞ്ജുവിനെ നല്ല മനുഷ്യനാക്കി തിരിച്ചു തന്നു. ഇനി സത്യേട്ടന് ഒരു നല്ല ജീവിതം ഉണ്ടാവണം. പ്രതിഭ സത്യേട്ടന് പറ്റിയ കുട്ടിയാ. അവളുടെ വീട്ടിൽ പോയി സംസാരിച്ച തടസ്സങ്ങളൊന്നുമില്ലാതെ കല്യാണത്തിന് സമ്മതിക്കണേ. അച്ഛാ, നമുക്ക് ആദ്യം നാഗരെ തൊഴുതിട്ട് വരാം. അതെന്താ മോളെ, ദേവിക്ക് അർച്ചന കൊടുത്ത് പ്രാർത്ഥിച്ച ശേഷമല്ലേ നാഗരെ തൊഴേണ്ടത്? ഓ, അവരവിടെ നിൽക്കണോണ്ടാണോ? അതെ അച്ഛാ, അവർക്ക് എന്നെയും എനിക്ക് അവരെ അഭിമുഖീകരിക്കാൻ കുറച്ച് പ്രയാസ. ശരി, നമുക്ക് അങ്ങോട്ട് പോവാം. സത്യനാ കുട്ടിയെ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയോ? ഇനി രണ്ടാളും അവളുടെ വീട്ടിലാണോ താമസം? അയ്യോ, അതൊന്നും എനിക്കറിയില്ല അച്ഛാ. അവരെ പലപ്പോഴും ഞാൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. സത്യേട്ടന്റെ വീട്ടുകാർ അംഗീകരിക്കാൻ സാധ്യത കുറവാ. ഇത്തരം കാര്യങ്ങളിലൊന്നും സുശീല അഭിമാനം വിട്ട് ഒന്നും ചെയ്യില്ല. സത്യന് ശരിയെന്ന് തോന്നുന്നത് അവനങ്ങ് ചെയ്യട്ടെ എന്ന് കരുതി കാണും. മനീഷ കോടീശ്വരി ആയതുകൊണ്ട് സത്യന് സ്വന്തം വീട്ടിൽ കയറിയില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ലല്ലോ. അതിനിടയിൽ എല്ലാവരും കൂടി എന്റെ മോക്ക് ആശ നൽകി എല്ലാരും കൂടി കബളിപ്പിച്ചില്ലേ? എനിക്കൊരു സങ്കടമില്ലച്ചാ. അർഹിക്കാത്തത് ആശിക്കാൻ പാടില്ലെന്ന് ഞാനിതോടെ പഠിച്ചു. അച്ഛൻ വേഗം ഒന്ന് പ്രാർത്ഥിക്ക്. വാ, നമുക്ക് വേഗം തിരിച്ചു പോകണ്ടല്ലേ. അല്ല, മനീഷ കാര്യമായ പ്രാർത്ഥനയിലായിരുന്നല്ലോ. ഇന്ന് എന്തപേക്ഷ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചത്? എനിക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കി തന്ന സത്യേട്ടനും അതിലും നല്ലൊരു ജീവിതം കിട്ടണേന്ന്. ആ, അതിനാണല്ലോ കാലത്ത് തന്നെ നീ എന്നെയും കൂട്ടി ഇറങ്ങിയത്. അതെ, ദേവിയെ തൊഴുതു പോയാ എല്ലാം ഭംഗിയായിട്ട് നടക്കും. അതാ ആദ്യം ഇങ്ങോട്ട് വന്നേ. എനിക്ക് കടയിൽ പോകാനുള്ളതാ. ഇപ്പൊ തന്നെ സമയം ഒരുപാട് എടുത്തു. ഇനി പ്രതിഭയുടെ വീട്ടിൽ എത്ര സമയം എടുക്കോ എന്തോ. ഒരു കല്യാണം ഉറപ്പിക്കാൻ പോവല്ലേ. ഇന്നൊരു ദിവസം കടയിൽ കുറച്ച് ലേറ്റ് ആയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരാ ഇത്? പ്രതിഭ അച്ഛനല്ലേ ഇത്? വാ. തേടിയ വള്ളി കാലിച്ചുട്ടിയെന്നൊക്കെ പറയുന്നത് ഈ ഒരു സന്ദർഭത്തിന്. എന്താ രണ്ടാളും കൂടി ഒരുമിച്ച് അമ്പലത്തില്? എന്തെങ്കിലും വിശേഷമുണ്ടോ? ആ, ഒരു വലിയ സർപ്രൈസ് തന്നെയുണ്ട്. അത് പിന്നെ പറയാം. ആദ്യം പ്രതിഭ അച്ഛനെയും കൂട്ടി അമ്പലത്തിൽ വന്നതിന്റെ വിശേഷം പറ. ഇന്നത്തെ ദിവസം
നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ വെച്ച് കാണണമെങ്കിൽ ഈ ദിവസത്തിന് എന്തോ പ്രത്യേകതയുണ്ട്, ശരിയല്ലേ? അതെ, സാധാരണ ഞാനും അച്ഛനും ഒരുമിച്ച് അമ്പലത്തിലേക്ക് വരാറില്ല. അച്ഛൻ അത്ര വലിയ വിശ്വാസിയൊന്നുമല്ല, അമ്മയെ കൂടെ വരാറ്. പക്ഷെ ഇന്ന് മോളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്നാൽ ഇന്നത്തെ ദിവസം ഇവളുടെ പേരിൽ കുറച്ച് അർച്ചനകൾ നേർന്നിട്ടുണ്ടായിരുന്നു. ഇന്നെന്റെ വിവാഹ നിശ്ചയ. അമ്മയുടെ സഹോദരൻ്റെ മോന പയ്യൻ ഗൾഫിലാണ്. അവന് അധികം ലീവില്ല. ഈ മാസം തന്നെ തിരിച്ചു പോവുകയും വേണം. അതാ പെട്ടെന്നല്ല അങ്ങനെ തീരുമാനിച്ചത്. നിനക്ക് സത്യേട്ടനെങ്കിലും ഒരു വാക്ക് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? എൻഗേജ്മെന്റിന്റെ കാര്യം എന്ത് പറയാനാ, കല്യാണത്തിന് എല്ലാരെയും ക്ഷണിക്കും അല്ലേ അച്ഛാ? ആ അതെ, ഇന്നൊരു ജാതകം കൈമാറുന്ന ചടങ്ങ് മാത്രം. കല്യാണം കുറച്ച് വിപുലമായിട്ട് നടത്തണമെന്ന് തന്നെ ആഗ്രഹം. രണ്ടാളെയും ഇപ്പൊ തന്നെ ക്ഷണിക്കുക, വരാതിരിക്കരുത്.